ഇപ്പൊ സുധിഷയുടെ എത്ര മക്കളാ? എനിക്ക് 2 പേര്. മൂത്ത ആള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മറ്റേ ആൾ 9 മാസമായി. മറ്റേ മൂത്ത ആളെന്താ ചെയ്യുന്നത്? അല്ലേ, മൂത്ത മോനല്ലേ? ആ, മൂത്ത മോനാണ്. എന്താ ചെയ്യുന്നത്? അവൻ BBA പഠിക്കുന്നു. രണ്ടാമത്തെ എന്തോ ഉദ്ദേശത്തിലാണ് ഇത് ചോദിച്ചത്. എന്തോ BBA ഞാൻ അത്ഭുതപ്പെട്ടു, എത്ര വലിയ കുട്ടിയാണോ എന്നുള്ള സംഭവം ഒന്നത്. രണ്ടാമത്തെ കുട്ടി എന്താ? സുധിഷയുടെ വലിയ ഫോർമലായിട്ട് ചോദിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഒരു ആയുധം അല്ല, രണ്ടാമത്തെ കുട്ടി എന്താ ചെയ്യുന്നത്? സത്യമായിട്ട് പഠിക്കല്ലേ? മൂന്നാമത്തെ കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4 പഠിത്തം നിർത്തി. എന്താ ഉദ്ദേശം? ഞാൻ കാപ്പാട് 3 കുട്ടികളെ ഉള്ളൂ. ഇവിടെ 2 ഉള്ളൂ. 2 അല്ല, ഉറപ്പിച്ചോ? ഉറപ്പിച്ച പോലെയാണ്. കാരണം രണ്ടാമത്തെ ആൾക്ക് ഇപ്പൊ 9 മാസം ആയിട്ടേ ഉള്ളൂ. പിന്നെയും വേണമെങ്കിൽ വേണമല്ലോ. അപ്പൊ ഇത് കുറച്ചു നാളോട് കഴിയുമ്പോ ഞാൻ ചോദിക്കാം, സുധിഷയുടെ എന്താ ഉദ്ദേശം? 3ാമത്തെ 4ാമത്തെ ഒക്കെ ആയോ എന്തായെന്നുള്ളത് ഞാൻ ചോദിക്കാം കേട്ടാ. അയ്യോടാ, ഞാനൊന്നും പറയുന്നില്ല. ഇതായിരുന്നു നല്ല സന്തോഷമുള്ള കാര്യമല്ലേ ഇത്രയും കുട്ടികളൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. സത്യ സുധിഷയുടെ ഉള്ള കാര്യം ഞാൻ പറയാലോ. എനിക്ക് നമ്മുടെ വീട്ടിനകത്ത് ഒരു നിറവുണ്ട്. പിള്ളേരുടെ ബഹളം കേൾക്കുമ്പോ ഒക്കെ അല്ലെ, നമുക്ക് ആ വീട്ടിനകത്തൊരു ലോൺലെസ്സേ ഇല്ല ശരിക്കും. അപ്പൊ എനിക്ക് വീട് നിറവുണ്ട്, ഒരു ബഹളമുണ്ട്. മറ്റേ ആകുമ്പത്തെ കോമ്പാക്ട് ആകുമ്പോ ഉണ്ടല്ലോ, നമ്മള് എന്താ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു പോകേണ്ടി. അതെ, വളരെ ഇതായിപ്പോ. ശരി, സത്യം. അത് മാത്രമല്ല, ഞാനിപ്പം എൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു മോനേ ഉള്ളൂ, വേറെ ആരുമില്ല, സിസ്റ്ററും ബ്രദറും ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എനിക്ക് ആഗ്രഹം കുറേ കുട്ടികളൊക്കെ വേണം. കാരണം എനിക്ക് ഇടയ്ക്ക് ലോൺലെസ് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ എന്താ പറയുക, വളരെ എൻ്റെ സുഹൃത്തിനെ പോലെ എപ്പോഴും എൻ്റെ കൂടെ നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഗ്യാപ്പ് അറിഞ്ഞിരുന്നില്ല. ശരിക്കും സിബ്ലിങ്സ് ഇല്ലാത്തത് ശരിക്കും അല്ലേ ഒരു വിഷമം തന്നെയാണ്. നമുക്ക് എന്നതേലും ഒരു ഏറ്റവും വിഷമിക്കുന്ന ഈ സമയത്താണ്. കാരണം ഷെയർ ചെയ്യാൻ ഒരാളില്ല. ഈ ദുഃഖം ഷെയർ ചെയ്യാൻ ശരിക്കും പറയണമെങ്കിൽ സിൻസിയറായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഷെയർ ചെയ്യുന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ കൂടെ എന്നാലും സ്വന്തം കൂടപ്പുറപ്പെന്ന് പറയുമ്പോണ്ടല്ലോ, ആ ഒരു അതിൻ്റെ ചെറിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച ഈ സമയത്താണ്, പോയ സമയത്ത്. മാത്രമല്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത്, സുധീഷ് ഇപ്പം തമാശയും കുട്ടികളെയൊക്കെ മാറി ഇപ്പോൾ ഒരു ഉത്തരവാദിത്തമൊക്കെ ആയോ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് ആ ഉത്തരവാദിത്തത്തിൻ്റെ സംഭവം. സത്യം, അത് ഞാൻ ശരിക്കും റിയൽ ആയിട്ട് ഫേസ് ചെയ്യുന്നു ഇപ്പോഴും. അച്ഛനും അമ്മയ്ക്കായിട്ട് ഒരു മോനായത്. അച്ഛനും അവിടുത്തെ അച്ഛനും ഒറ്റ ആളാണോ? അല്ല, അതാണ് രസം. അച്ഛൻ 8 പേരാ മൊത്തം. അച്ഛൻ 7 സിസ്റ്റേഴ്സാ. ഓ, അത് ശരി. 7 സിസ്റ്റേഴ്സിൽ അച്ഛൻ ഒറ്റ ഒരാളോ? പേരെന്നാ? അച്ഛൻ്റെ പേര് കഴിയുമ്പോഴേക്കും നമുക്കൊരു മെഗാ സീരിയൽ കഴിയേണ്ടി വരും. ഒന്ന് പത്മാവതി, പ്രഭാവതി, പ്രേമാവതി, ഹൈമാവതി, ലീലാവതി, പുഷ്പാവതി, ശൈലാവതി. ഇനി വേണോ? അത് പേരിടാൻ എനിക്ക് തോന്നുന്നു അച്ഛൻ വലിയ മിടുക്കനാന്ന് തോന്നുന്നു ഇക്കാര്യത്തില്. എന്റെ അടുത്ത് അച്ഛന്റെ പേര് മാത്രം ആണായതുകൊണ്ട് സുധാകരൻ മതി എന്ന് വന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, ശരിക്കും അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ഇങ്ങനെ ഒരുപാട് ഇതുള്ള പേരിട്ടെന്ന്? അത് ഞാൻ ചോദിച്ചില്ല, കാരണം അച്ഛനല്ലല്ലോ അതിന്റെ ഇട്ട ആള്. അച്ഛനോട് ചോദിച്ചിട്ടില്ല ഈ കാര്യം എന്താന്നുള്ള കാര്യം. അച്ഛൻ ഈ പറഞ്ഞ പോലെ ഞാനും അച്ഛനും തമ്മിൽ പോലെ അല്ല, അത്രയും ഫ്രണ്ട്സ് ഒന്നുമല്ല. ഭയങ്കര സ്ട്രിക്റ്റാണ് പുള്ളി. എന്തോ പിന്നെ ഇംഗ്ലീഷ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ഭയങ്കര എപ്പോഴും ഭയങ്കര മിലിറ്ററി ചിട്ട പോലെ ഭയങ്കര ഡിസിപ്ലിൻ ആളാണ്. അവിടുന്ന് പുറത്തേ ആടിയിട്ടാണ് അച്ഛൻ നാടകത്തിലെ സിനിമയിലേക്ക് അച്ഛൻ വന്നത്. ശരിയാ, അച്ഛൻ ഒത്തിരി നാടകത്തിലേക്കൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആ ഒരു എക്സ്പീരിയൻസും സുധീഷ് ചേട്ടൻ്റെ വ്യൂ പോയിന്റിൽ അല്ല, അച്ഛൻ പറയുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യങ്ങളാണല്ലോ. ഇപ്പം നമുക്ക് എവിടെ പോകാനും അഭിനയിക്കാനും ഒക്കെ നമ്മളെ പേരൻസ് വിടും. പക്ഷെ അച്ഛൻ പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കലാപാരമ്പര്യവും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനോ അല്ലെങ്കിൽ അച്ഛനമ്മയുടെ ആരുണ്ട്, അച്ഛനായിട്ട് തുടങ്ങി വെച്ചാണ്. അച്ഛൻ പണ്ട് ശിവാജി ഗണേശൻ്റെ സിനിമകളും സത്യമായിട്ട് സിനിമകളൊക്കെ കണ്ട് അഭിനയിക്കാനുള്ള ആഗ്രഹം മൂത്ത് അങ്ങനെ വന്നൊരു സംഭവം. എന്നിട്ട് അച്ഛൻ പണ്ട് പറയാറുണ്ട്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ഗ്രാൻഡ് ഫാദർ സൈൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ അച്ഛൻ അത് കയറി കളഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ അച്ഛൻ സിനിമയിലൊന്നും അഭിനയിക്കേണ്ട, വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചിട്ട് ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
അങ്ങനത്തെ അവിടുന്ന് ആ കെട്ട് പൊട്ടിച്ചിട്ടാണ് അച്ഛൻ ഈ ഒരു കലാരംഗത്തേക്ക് വന്നത്. കാരണം അച്ഛൻ ഒരു പൂർണ്ണ കലാകാരനാണ് ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു അവിടുന്ന് വീട്ടിലൊക്കെ എതിർപ്പുണ്ടായില്ല അച്ഛൻ ഇങ്ങനെ പോകുന്നോണ്ട്? കീറിക്കളഞ്ഞൊക്കെ അല്ലേ? കീറിക്കളഞ്ഞാൽ കാരണം ജോലി ഇല്ലാതെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുക എന്നുള്ള സംഭവമാണ് അന്നത്തെ ഒരു കൺസെപ്റ്റിൽ വരുന്ന പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് ആ രീതി. പക്ഷെ അച്ഛന് വേറെ ജോലിയുണ്ട്, അച്ഛൻ ബുദ്ധിമാനാണ്. അത് വേറെ കാര്യം. ഇപ്പോൾ സർക്കാർ ഉദ്യോഗം കരസ്ഥമാക്കി ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ആയത്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ഈ പറഞ്ഞ അതിനെക്കാട്ടൊക്കെ പുള്ളിക്ക് താല്പര്യം ഈ അഭിനയമായിരുന്നു, കലാപരമായിട്ടുള്ള സംഭവമായിരുന്നു. അത് എന്താ പറയുക, മരിക്കുന്നതിൻ്റെ ഒരു 2 മാസം മുമ്പ് വരെ അച്ഛൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വൃദ്ധപക്ഷം എന്ന നാടകം. അത് അച്ഛൻ ഒരിക്കലും വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഈ നാടകത്തിന് വേണ്ടി അച്ഛൻ കൂടുതലും നാടക നടനാണ് ശരിക്കും, നടൻ സംവിധായകനൊക്കെയാണ്. സുധീഷ് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ? പിന്നെ അച്ഛൻ്റെ കൂടെ ഞാനും അച്ഛനും ഒരുമിച്ച് അഭിനയിച്ചിട്ട് 2 തവണ എനിക്കും അച്ഛനും സ്റ്റേറ്റിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ചൈൽഡ് ആക്ടറായിട്ട് 2 നാടകങ്ങൾ. അപ്പൊ അച്ഛന് ശരിക്കും ആക്ടറായിട്ടാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കളക്ടറായിട്ടോ അങ്ങനെയൊക്കെ ആവാൻ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നു സുധീഷ്? ഞാനോ? അച്ഛന് ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ ആഗ്രഹം ഞാനൊരു ആക്ടറായിട്ട് വരാൻ തന്നെയാണ്. കാരണം അച്ഛനെ ഓഫീസിലുള്ള ഫയലിൻ്റെ ഇടയിലുള്ള എന്താ പറയുക പിരിമുറുക്കും കാര്യങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഒരിക്കലും മകൻ അനുഭവിക്കരുത് എന്ന് പറയുന്ന ഒരു ചിന്ത തന്നെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അത് സ്വാതന്ത്ര്യനായിരിക്കണം, അതുകൊണ്ടാണ് അച്ഛൻ ആ ഒരു. പക്ഷെ അച്ഛൻ ഒത്തിരി സ്ട്രിക്റ്റും ഡിസിപ്ലിനും ഒക്കെ ആയതുകൊണ്ട് അച്ഛന് ഈ പറഞ്ഞ കൂട്ട് അറിയാലോ, ഒത്തിരി അറിവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ബേസ് ഒരു നമുക്ക് വിദ്യാഭ്യാസം വേണമെന്നും ഒരു ജോലി വേണമെന്നും ഒക്കെ അച്ഛൻ അങ്ങനെ ഉണ്ട്. കാരണം ഞാനൊരു സിനിമാ നടനായിട്ട് മാറണമെന്നും അങ്ങനെ ആഗ്രഹിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നെ ഞാൻ പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞിട്ട് BSc ഫിസിക്സ് ആയിരുന്നു, അങ്ങനെ ഇത് തന്നെയാണ് പോയത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് കുറച്ചുകൂടെ ഈ പോപ്പുലർ സിനിമകളിലേക്ക് കൂടുതൽ വന്നത്. പ്രത്യേകിച്ചും ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് മണിച്ചിത്രത്താഴ് റിലീസായത്. അപ്പോൾ ഭയങ്കര പോപ്പുലർ. അപ്പോൾ ഒരുപാട് ആ സമയത്ത് ഒരുപാട് ഓഫേഴ്സൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ നമ്മുടെ സിനിമേൻ്റെ ഒരു ഭാഗമായിട്ട് മാറി, അങ്ങനെ വന്നതാണ്. അപ്പോൾ പിന്നെ അച്ഛൻ ആഗ്രഹമുള്ളൊരു തൊഴിലല്ലേ ചെയ്തോട്ടെ അച്ഛനും വിചാരിച്ചു. ആദ്യത്തെ ഫിലിമിൽ എങ്ങനെ അടൂർ സാർ കണ്ടുപിടിച്ചേ? അത് പത്രത്തിൽ പരസ്യം കണ്ടിട്ട്. അത് ഈ പറഞ്ഞ ഈ വതികളുണ്ടല്ലോ, അച്ഛൻ്റെ സിസ്റ്റേഴ്സ് കുറേ വതികളുണ്ടല്ലോ, ഈ വതികളും അച്ഛനും കൂടെ ഒരുമിച്ച് ഞങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പത്രത്തിൽ പരസ്യം കാണുന്നതും. അപ്പം അങ്ങനെ അത് അടൂർ സാറിൻ്റെ പടമെന്ന് അറിഞ്ഞുകൂടാ, അത് ജനറൽ പിക്ചേഴ്സിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുകയാണ്, കൊല്ലത്ത് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അശോകൻ്റെ കുട്ടിക്കാലം, അശോകൻ്റെ ചെറുപ്പകാലം അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അശോകൻ്റെ 14 വയസ്സുള്ള സ്റ്റേജ് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അശോകൻ്റെ തനിക്കട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, ഒരു 4-5 ആൾക്കാർ അശോകൻ തന്നെ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ അശോകൻ അശോകേട്ടൻ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഒരിക്കലും എനിക്ക് കിട്ടും, കാരണം എനിക്ക് അശോകൻ മോശമായൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ അത് മനസ്സിലാക്കി അത് അശോകൻ ചേട്ടൻ്റെ ഏട്ടനായിട്ടും അനിയനായിട്ടും അഭിനയിക്കാനേ പറ്റുള്ളൂ, ആ മുഖങ്ങളുള്ള ആൾക്കാർ. അപ്പോൾ ഏകദേശം കുട്ടിക്കാലത്ത് എങ്ങനെയുണ്ടാവും, പിന്നെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് സാറ് നോക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ ഈ 10-60 പേരിൽ നിന്നാണ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ജോലിക്ക് ചേരുന്ന പോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അടൂർ സാറിൻ്റെ സത്യസന്ധമായ ഇൻ്റർവ്യൂ ആയതുകൊണ്ടും അത് കിട്ടി. ചിലർ വെറുതെ ഒരു പ്രഹസനത്തിന് ഇൻ്റർവ്യൂ വെച്ചിട്ട് വേറെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതങ്ങനെയൊന്നുമല്ല, വളരെ പെർഫെക്റ്റ് വേ ആയിരുന്നു. തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്, വളരെ ശരിക്കും. അതെ, നമ്മളൊരു ഡിഗ്രി കിട്ടുന്ന കൂട്ടാ അല്ലേ? ഇപ്പം ഞാനേ കുറച്ചൊരു കണ്ണിങ് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ചുമ്മാ അങ്ങനെ ഒരുപാട് കണ്ണിങ് ഒന്നുമല്ല, ചോദിക്കട്ടെ? വേറൊന്നുമില്ല, എന്തിനു പേടിക്കുന്നേ? ഇപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ ആദ്യമായിട്ട് കിട്ടുന്നൊക്കെ എല്ലാം ഭയങ്കര വാല്യുബിൾ ആയിരിക്കും അല്ലേ? അപ്പം ഫസ്റ്റ് ടൈം നമ്മൾ ആ ഫിലിമിൽ അഭിനയിച്ചു, അടൂർ സാറിന്റെ, ഇറ്റ് ഈസ് സോ വാല്യുബിൾ. ഫസ്റ്റ് റെമ്യൂണറേഷൻ എത്രയായിരുന്നു? 2000 രൂപ. അത് എന്നാ ചെയ്തു? എന്റെ ഒക്കെ അമ്മ പറഞ്ഞുതരും ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം എന്നൊക്കെ. ഒരു സൈക്കിൾ വാങ്ങിച്ചു. സൈക്കിൾ വാങ്ങിച്ചു, ഓക്കെ. അച്ഛൻ്റെ കൂടെ കൊടുത്തു ഫസ്റ്റ്? അതെ, സൈക്കിൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കയ്യിലല്ല പൈസ വെച്ചത്, പൈസ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ കയ്യിൽ തന്നെയാണ്, അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ എനിക്ക് ഓർമ്മയില്ല, അവരെ കയ്യിലെ കൊടുത്തത്. അപ്പോൾ ആ സമയത്താണ് സൈക്കിൾ വാങ്ങിയത്. അപ്പോൾ അത് എൻ്റെ ഒരു റിമ്യൂണറേഷനിലായിരിക്കും ഞാൻ വിചാരിക്കാം ഫസ്റ്റ് ടൈം. വേനൽക്കിനാവ് എന്ന് പറഞ്ഞ പടത്തിൽ സൈക്കിളല്ലേ? അത് അനന്തരം കഴിഞ്ഞു, പിന്നെ മുദ്ര കഴിഞ്ഞു, പിന്നെയാണ് വേനൽക്കിനാവോട് ചെയ്യുന്നത്. ഓക്കെ, മുദ്ര നല്ല അല്ലേ? അതിനകത്തൊരു പാട്ടില്ലേ, പുതുമഴയായി പൊഴിയാം, പാടൂ. പിന്നെ ഷോ നിന്ന് പോകും, സുധീഷിന്റെ പാടില്ലേ? ഞാനായിട്ട് ഷോ നിർത്തണ്ടല്ലോ. അത് വേണ്ട, ദൈവാനുഗ്രഹിച്ച് എന്റെ പ്രേക്ഷകർക്ക് എന്റെ ഈ ഷോ ഇഷ്ടപ്പെട്ടു വേണ്ട കേട്ടോ, പാടണ്ട, ഞങ്ങൾ ഓർത്തെടുത്തോളാം ആ പാട്ട്. നല്ല പാട്ടാ, ഞാൻ വേണേൽ ഇപ്പനക്കാം. അപ്പൊ സ്വന്തമാക്കിയ വാഹനം ഫസ്റ്റ് സൈക്കിളാണ് തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ അതാണ് ക്വസ്റ്റ്യൻ. അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ അതല്ലാതെ വേറെ എന്നതാ? പിന്നെ ഫസ്റ്റ് എന്താ അറിയോ വേറെ ചോദിക്കാൻ തുടങ്ങി. ആദ്യത്തെ
അതെന്താ ഉദ്ദേശിച്ചത്? ആദ്യത്തെ പ്രണയം സാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അല്ല ചോദിച്ച അങ്ങനെ വല്ലതാണോ, അയ്യോ, ഈ അങ്ങനെയാണ് ആലോചിച്ചെടുക്കണേ. എന്ത് കള്ളത്തരം പറയണമെന്ന് ആലോചിച്ചെടുക്കണേ, ടൈം വേണോ അതുകൊണ്ടാ ഈ ഇതിലേക്ക് പോയത്. ഇല്ല 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 അങ്ങനെയൊന്നുമില്ല. ഇല്ല പ്ലീസ് പറഞ്ഞോളൂ. ഇല്ല ഞാനായിട്ട് ചോദിക്കണോന്ന് വിചാരിച്ചു. ഇല്ല 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 ആദ്യത്തെ പ്രണയം പിന്നെ സത്യം സത്യം പറയൂ, സത്യമായിട്ട് ചുമ്മാ പറയല്ലേ. സത്യം തന്നെയാണ് ആദ്യത്തെ പ്രണയം. എൻ്റെ പ്രണയം എന്ന് വെച്ചാൽ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അപ്പോഴാണ് പ്രണയം ആരംഭിച്ചത്. പിന്നെ കോളേജ് പഠിക്കുമ്പോൾ പ്രണയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ അച്ഛൻ ചേർത്ത്, ബുദ്ധിമാനായ അച്ഛനായതുകൊണ്ട് ബോയ്സ് കോളേജിലാണ് ചേർത്ത്. അപ്പൊ പിന്നെ വിമൻസ് കോളേജിന്റെ ഫ്രണ്ട് ഗേറ്റിലൊന്നും പോകത്തില്ലായിരുന്നു? അപ്പുറത്ത് പ്രൊവിഡൻസ് കോളേജ് ഉണ്ടായിരുന്നു വിമൻസ്. പോണ്ടി വന്നില്ല. ഞങ്ങൾ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ്. ഒരു ആശ്വാസത്തിന് അത്രയല്ലേ കിട്ടിയല്ലോ, അത് മതി. ധന്യ ബാക്കി വീട്ടിട്ട് പിടിച്ചോടാം കേട്ടോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുള്ളൂ. പിന്നെ അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ, ആദ്യമായിട്ടും അത് ബാച്ചുലർ ലൈഫിലാവാം ഏതായാലും ഫസ്റ്റ് പാചകം ചെയ്തത് എന്തുവാ? ഞാൻ പാചകം ചെയ്തല്ലേ? അല്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ പാചകം ചെയ്ത് ചായ തന്നെ ആയിരിക്കും. അല്ല, ചായയാണ് ഫസ്റ്റ് മേ ബി, കാരണം എനിക്ക് തോന്നുന്നതാ. പിന്നെ ഒരു ഹെവി ഡിഷ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ചെയ്തു. ഒരു ആവേശമൊക്കെ, ഞാൻ വലിയ ആളാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയി ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ബിരിയാണി ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓവറായി കോഴിയുടെ അവസ്ഥ എന്തായാലും. പക്ഷെ അത് ഉഗ്രം ബിരിയാണി ആയിരുന്നു. കോഴി പറഞ്ഞോ? കോഴിയല്ല, പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, കോഴിയോട് പറഞ്ഞു ബിരിയാണി നല്ല. ഞാൻ വേണേ പഠിപ്പിച്ചുതരാം എങ്ങനെ ചെയ്യണം. പറഞ്ഞു ചുമ്മാ ഒന്ന് കേൾക്കാലോ, കോഴി കരഞ്ഞതൊന്നും അറിയാലോ. പറഞ്ഞേ. അത് വളരെ ഈസിയാ, ഒരു ടെക്നിക്കാണ് പറയാൻ. ആദ്യം തന്നെ നമ്മൾ കഴുകണം കോഴി. വേണ്ടേ? എന്ത് ചെയ്യണം? കോഴിയെ ഒന്ന് കഴുകണം. കഴുകി വൃത്തിയാക്കണ്ട. അത് ചെയ്യാറില്ല, ഇത് കഴുകിയല്ലേ? മതി മതി, ഓക്കെ. അപ്പോൾ കഴുകണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഇറച്ചി മസാലപ്പൊടി, അതൊക്കെ ഇട്ട് കുറച്ച് അവിടെ വെക്കുക. അവിടെ എത്ര നേരം? കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അരി എടുക്കണം, അരി വേവിക്കണം. വേണ്ടേ? അരി വേവിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഴി പ്രഷർ കുക്കറിലിട്ട് വേവിക്കാം. കോഴി കുക്കറിലിട്ട് വേവിക്കാം അല്ലേ? വേവിക്കുക. പിന്നെ അരി എടുക്കുക. ഞാൻ ആലോചിച്ചോട്ടെ, ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയില്ല, അതുകൊണ്ട്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട സംഭവം എന്താ പറയുക? സവാള, സോറി, തക്കാളി. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. രണ്ടും ആയിക്കോട്ടെ. തക്കാളി സവാളയും വേണം. അത് രണ്ടും, കാരണം അതിന്റെ ടേസ്റ്റ് അതിനോട് ഒരു വരാനുണ്ട്. ഈ തക്കാളി റേഷ്യോ എന്ന് പറയുമ്പോൾ 1:1. അപ്പം അത് രണ്ടും ചേർക്കാം. അതൊക്കെ നമ്മളിങ്ങനെ മറ്റേ ചട്ടിയിലിട്ടിട്ട് സൗണ്ട് ഇല്ലെങ്കിൽ പോയി. പിന്നെ സ്മെല്ല് വരും കുഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ കരിയുന്ന സ്മെല്ല് വരരുത്, അതിന് മുമ്പ് എടുക്കണം. അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇതിന് ബേസിക് സാധനം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ലാസ്റ്റ് ഉണ്ടാക്കേണ്ട രീതി. ആദ്യം റൈസ്, കാരണം ഒരു 70-75% പിന്നെ വന്നിട്ടുണ്ടാവുക. ഏത് അരി? പിന്നെ കോഴി ഒരു 75% വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത പടി എന്താണ്? നമ്മൾ ബുദ്ധിയുണ്ട്. കോഴി എവിടെ വെന്തത്? കോഴി എവിടെ വെന്തു? മാരിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കല്ലേ? ആ കോഴി എടുത്തതിനകത്തിട്ടാ ഉള്ളി വഴറ്റി അവിടെ വെച്ചു, കോഴി മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചു. ഞാൻ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അരി വെന്തു, മുക്കാല്. ഇനി ബാക്കി നമുക്ക് കേൾക്കണോ? വേണ്ട. ഏകദേശം ഇതിന് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇതിന്റെ ടേസ്റ്റ് വേണ്ടത് ഇങ്ങനെ ഈ കുറച്ച് ചോറ്, കുറച്ച് കോഴി, കുറച്ച് ഉള്ളി, സവാള, അരി, ചോറ്, ഉള്ളി, അരി, സവാള. ഇത്ര എത്തി, കാണാൻ മേലാത്ത പോലെ ആയി. അപ്പൊ എന്തായാലും പരീക്ഷ നടത്തിയിരുന്നു. വെരി ഗുഡ്. ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞ